ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേയിൽ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ സൺഡേ ആകുമ്പോൾ എനിക്ക് ഓഫീസിൽ പോകേണ്ട ലീവാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഉറക്കം എണീക്കാനായിട്ട് ലേറ്റായി കേട്ടോ. 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എന്തായാലും 8 മണി കഴിയും സൺഡേയിലൊക്കെ ഉറക്കം എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെയും അതുപോലെ തന്നെ ലേറ്റായിട്ട് തന്നെയാണ് ഉറക്കം എണീറ്റത്. അങ്ങനെ ഇതാ രാവിലെ കാപ്പിക്ക് മാവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ തലേ ദിവസം പച്ചരി ഉണ്ടായിരുന്നു, അതിനെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി കിടക്കാൻ നേരത്ത്. അപ്പോൾ അതിനെ രാവിലെ ഞങ്ങളുടെ ഇവിടെയൊക്കെ പച്ചരി ദോശ, ചില നാട്ടിൽ നീർദോശ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ചിലയിടത്ത് ഒരട്ടി എന്നൊക്കെ പറയും. ഒരട്ടി എന്നാണെങ്കിൽ ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ പരത്തി ഇങ്ങനെ വെച്ചല്ലേ ചുടുന്നത്. ഇതാണെങ്കിൽ നമ്മൾ മാവ് പോലെ ഇങ്ങനെ കലക്കിയാണ് ചുടുന്നത് കേട്ടോ. അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. ഇവിടെ ഞാൻ പച്ചരി ദോശ എന്നാണ് ഇവിടെ എൻ്റെ വീട്ടിലൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് മാവൊന്നും ഇല്ല അരയ്ക്കാനൊക്കെ, നമ്മൾ ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പച്ചരി എടുത്ത് വെള്ളത്തിലിട്ടിട്ട് 1 മണിക്കൂർ ഒന്ന് കോത്തതിന് ശേഷം പിന്നെന്താണ് ചോറും തേങ്ങയും കൂടെ ഇട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ, അരച്ച് മാവായിട്ട് എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടൊന്ന് കലക്കി ദോശക്കല്ലിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രാവിലത്തെ കാപ്പി പരിപാടി ശരിയാവും. അങ്ങനത്തെ രാവിലെ തന്നെ ഞാൻ പച്ചരി എടുത്ത് അരയ്ക്കാമെന്നുള്ള രീതിയിൽ അതിനെ കഴുകി മാറ്റി വെച്ചതിന് ശേഷം തേങ്ങയും കൂടെ തിരികെ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തേങ്ങ ഉച്ചത്തേക്കും കൂടെ ഒന്ന് തിരികെ വയ്ക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ എടുക്കുകയാണെങ്കിൽ നമുക്ക് തിരികെ വയ്ക്കുമ്പോൾ തന്നെ അന്നത്തെ ദിവസത്തെ തേങ്ങയും കൂടെ അങ്ങ് തിരികെ അങ്ങ് വയ്ക്കും കേട്ടോ. പിന്നെ ഈ ചിരവ അടിയിൽ നിന്ന് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു തേങ്ങ അങ്ങനെ തിരുക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ പൊന്നൂസിനുള്ള പാലും ഞാൻ കാച്ചി വെച്ചു. പാൽ ചായയാണല്ലോ, ശേഷം തേയിലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും അവൾക്ക്, അപ്പോൾ കഫമൊന്നും കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായ ഇട്ടതിന് ശേഷം അതിനൊന്ന് ആറാനായിട്ട് വെച്ചു. ഞാൻ അതിലൊരു ഗ്ലാസ് ചായ എടുത്ത് ചൂടോടെ ഒന്ന് കുടിക്കാമെന്ന് വെച്ചിട്ട് അതിനെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പ് ഇതൊന്ന് അരച്ച് സെറ്റായി കഴിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിൽ പച്ചരി, തേങ്ങ, ചോറ് ഇതും കൂടെ ഇട്ടാണ് 3ഉം കൂടെയാണ് അരച്ചെടുക്കുന്നത്. ചോറ് തലേ ദിവസത്തെ ചോറ് ഫ്രിഡ്ജിലുണ്ടാവുമല്ലോ, അതിനെ ഒന്നെടുത്ത് അരച്ച് സെറ്റാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 2 ഗ്ലാസ് പച്ചരിയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഗ്ലാസ്സിനകത്ത് 1/4 ഗ്ലാസ് മതി ചോറ്, പിന്നെ ഒരു ലേശം തേങ്ങ ഇതും കൂടെ ഇട്ടൊന്ന് അരച്ച് മാവാക്കി എടുത്തതിന് ശേഷം അതിനതാ കണ്ടോ, ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഈ ബാറ്റർ ഒന്ന് സെറ്റായതിനു ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് ദോശക്കല്ലൊന്ന് ചുട്ടെടുക്കും കേട്ടോ. ഈ ദോശക്കല്ല് ഞാനൊന്ന് മെരുക്കിയെടുക്കാൻ കുറച്ചൊന്ന് പാടുപെട്ടു. കാരണം പാനിലാണല്ലോ ഇവിടെയൊക്കെ മുമ്പ് ഞാൻ ചുട്ടുകൊണ്ടിരുന്നത് പാനിലാണ്. അപ്പോൾ പിന്നെ ചില സമയത്ത് ദോശക്കല്ലിൽ ദോശ ചുട്ട് തിന്നാനായിട്ടൊരു കൊതി തോന്നും കേട്ടോ. അപ്പോൾ ഇവിടെ അച്ഛനൊക്കെ പറഞ്ഞു, പാനിൽ ചുട്ട് തിന്ന് മടുത്തടി, നിനക്ക് പറ്റുമെങ്കിൽ ദോശക്കല്ല് ചുട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനെന്തെന്ന് പറയുമ്പോൾ, സത്യമുണ്ടെങ്കിൽ 2 ദോശക്കല്ലുണ്ട് കേട്ടോ ഇവിടെ. ഒന്ന് എൻ്റെ അമ്മാമ്മയുടേതും ഒന്ന് ഞാൻ വീട് വെച്ചപ്പോൾ നമ്മളിവിടെ വാങ്ങിച്ച ദോശക്കല്ലുണ്ട്. അപ്പോൾ 2 എണ്ണം ഉണ്ട്. പക്ഷേ ഞാൻ പാനിൽ ചുടുന്ന വെച്ചാൽ പാനിലാകുമ്പോൾ എളുപ്പത്തിന് പെട്ടെന്ന് ചുട്ടെടുക്കാമല്ലോ, എണ്ണയും അങ്ങനെ തടവണ്ട. ഇതിലാണെങ്കിൽ പാം ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ആദ്യമേ ഇങ്ങനെ തിരികെ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പാം ഓയിലിൻ്റെ എണ്ണ തന്നെ വേണം അതിന്. അതുകൊണ്ടൊന്നുമല്ല, പിന്നെ എളുപ്പത്തിന് കരുതിയിട്ടാണ് മാക്സിമം അതിൽ ചുട്ടെടുക്കുന്നത് കേട്ടോ പാനിൽ. അപ്പോൾ ഇതെടുക്കാതിരുന്ന് ഇതൊന്നും ഇടുക്കിയെടുക്കാൻ ഞാൻ കുറച്ചൊന്ന് പാടുപെട്ടു. കാരണം ഇതിൽ പാം ഓയിലൊക്കെ തേച്ചിട്ട് ഇളവുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ മുട്ടയൊക്കെ തട്ടി പൊട്ടിച്ചൊഴിച്ചു. അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ഇതൊന്ന് മെരുക്കിയൊക്കെ എടുത്തത് കേട്ടോ. അങ്ങനെ കാപ്പി കുടിച്ചതിന് ശേഷം നേരെ ചന്തയിൽ വന്നിട്ടുണ്ട് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചൂര മീനും ചാള മീനും മേടിച്ചു കേട്ടോ. ഇവരിൽ നിന്നാണ് ഈ ചൂരയുടെ ഒരു ചൂരയുടെ പകുതി, അങ്ങനെ മുള്ളുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പെരുങ്കടവള എന്ന് പറഞ്ഞ ചന്തയിലാണ് പോയി വാങ്ങിച്ചത് കേട്ടോ മീൻ. അങ്ങനെ മീൻ വാങ്ങിച്ച് മലക്കറി വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ രണ്ടും വാങ്ങിച്ചിട്ട് അതിനെ ഒന്ന് മലക്കറി പെട്ടിക്കകത്ത് എടുത്തിട്ടു. പിന്നെ മീനിനെടുത്ത് 2 ചൂരയും ചാളയും മേടിച്ചല്ലോ. അങ്ങനെ 2 പാത്രത്തിലായിട്ട് അതിനെ മാറ്റിയെടുക്കുകയാണ്. ഇത് മീനൊക്കെ കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. ഇത് പിന്നെ അകത്ത് വേറെ ആവശ്യങ്ങൾക്കൊന്നും ഇതിനെ എടുക്കാറില്ല. അങ്ങനെ ചാള എടുത്ത് ആ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചൂര എടുത്ത് ഇങ്ങോട്ട് മാറ്റി കേട്ടോ. പിന്നെ ദോശയ്ക്ക് നമുക്ക് നല്ല ടേസ്റ്റുള്ള ദോശയാണ്. ദോശയിൽ പറഞ്ഞപ്പോഴാണ് പിന്നെ ഇതിങ്ങനെ വന്നത്, ചന്തയിലെ സംഭവം ഇങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ ദോശ സംഭവം സൂപ്പറാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ, പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. എല്ലായിടത്തും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. നമ്മളെ വീട്ടിൽ മിക്കവാറും ദിവസവും ഈ മാവൊന്നും അരയ്ക്കാത്ത ദിവസമൊക്കെ ചിലപ്പം ഞാൻ രാത്രി ഇങ്ങനെ കിടക്കാൻ നേരത്തെ പച്ചരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ ഈ ചോറ്
ചോറ് എന്തായാലും കാണുമല്ലോ, ശകലം മിച്ചം എന്തായാലും കാണും. ചോറും പിന്നെ തേങ്ങയും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് മാവായിട്ട് എടുത്തിട്ട് ദോശക്കല്ലിൽ ഇങ്ങനെ ചുട്ടെടുക്കും. കറി ഞാൻ ഈ ചമ്മന്തി പൊടി ഉണ്ടായിരുന്നല്ലോ, അത് മതിയെന്ന് വിചാരിച്ചു. കട്ടനൊക്കെ ഇട്ട് നമ്മൾ കുടിച്ചു. പൊന്നൂസിന് പാല് കാച്ചി കൊടുത്തു. അങ്ങനെ പിന്നെയാണ് പോയി ചന്തയിൽ നിന്ന് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ. ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ പോയി മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഞാനും പൊന്നൂസും കൂടെയാണ് പോയത്. അച്ഛൻ അങ്ങ് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു, പോയിട്ട് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞാൻ മീനൊക്കെ വെച്ച് എൻ്റെ വീട്ടിലെ ജോലിയൊക്കെ ഒന്ന് ആക്കിയിട്ടൊക്കെ ഇരിക്കും. അങ്ങനെ ഇതിപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ അറക്കുന്നത് കാണുന്നത്. ഞാൻ മിക്കവാറും ദിവസം എപ്പോഴും ഞാൻ അകത്തിരുന്നാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ പുറത്തിരുന്ന് ഒന്ന് അറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ അതെനിക്ക് ഇരട്ടി പണിയായി. കാരണം അകത്തിരുന്ന് അറുത്തെടുത്ത് പുറത്തിരുന്ന് വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് കുറച്ച് കൂടുതൽ പണിയായിട്ട് തോന്നി. കാരണം ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. അവിടെ വാഷ് ബേസിലിട്ടിട്ട് നമുക്ക് അതൊന്ന് വാഷ് ബേസ് മാത്രം ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ഇത് പിന്നെ വെള്ളം എല്ലായിടത്തും ഇങ്ങനെ ആവുന്നത് കൊണ്ട് നാറ്റവും മാറത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാനൊരു പാടുമിട്ട് അതിനെ കഴുകിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തറ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് മീൻ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുത്തു. ചൂര മീനും അതുപോലെ തന്നെ കേട്ടോ ചെയ്തെടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരുമിച്ച് അങ്ങ് കറി വെക്കാമെന്ന്. ഇവിടെ ഉപ്പൊക്കെ ഇട്ട് ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഉപ്പും പുളിയൊക്കെ ഇട്ട് കഴുകിയെടുക്കും. ഇതിലിപ്പോൾ കഴുകാനായിട്ട് പുളി എടുത്തിട്ടില്ല, ഉപ്പിട്ട് നന്നായിട്ട് ഉരച്ച് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മീനിൻ്റെ തലഭാഗത്തിൻ്റെ പകുതി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ, അതാണ് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചത് കേട്ടോ. പക്ഷേ അവിടെ വാഷ് ബേസിൽ ഇങ്ങനെ വെച്ച് അരിയുന്നതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ് ഇവിടെ ചറക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മീനിൻ്റെ എല്ലാ വേസ്റ്റും ഇതിൻ്റെ പുറത്തിങ്ങനെ വീഴുമല്ലേ. അപ്പം കഴുകി ആ സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒരു മടി ഇവിടെ ഇരുന്ന് ചെയ്യാൻ വേണ്ടി. പക്ഷേ എനിക്കൊരു കൊതി തോന്നി കേട്ടോ. അങ്ങനെയാണ് ഞാൻ വന്നത്. ഇനി ആ കൊതി ഞാൻ വരുത്തൂല കേട്ടോ. കാരണം കണ്ടില്ലേ, ഈ ഷാമ്പുവും സോപ്പ് പൊടിയും എല്ലാം കൂടെ ഇട്ട് ഉരച്ച് വൃത്തിയായിട്ട് കഴുകി ലോഷനൊക്കെ ഇട്ടിട്ട് ആ നാറ്റം ഒന്ന് ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് കയറി വരുന്നെങ്കിൽ വടക്ക് വശത്തൂടെ അങ്ങനെ ചിലപ്പോൾ ബന്ധുക്കളാരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ചിലപ്പം അകം ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ ഡോറിങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ കൂടെ ചിലപ്പോൾ ആരെങ്കിലും കയറി വരികയാണെങ്കിൽ ഈ നാറ്റം എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ എന്താ പറയുക അതിൽ സോപ്പ് പൊടിയും ഷാമ്പു ഒക്കെ കൂടെ ഇട്ടൊന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ അകത്ത് പോയിട്ട് മീനിനുള്ള പരിപാടി ആദ്യം തന്നെ മീനൊന്ന് പുരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. മുളക് പൊടിയും മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് ഞാൻ അല്ലാത്ത കുരുമുളക് മേടിച്ച് വെച്ചാൽ അത് ചതയ്ക്കുന്ന സൗണ്ടാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. ചതച്ചിട്ട് അതിനൊന്ന് അതിലോട്ട് ഇട്ട് കൊടുത്ത് ഉപ്പും കൂടെ ഇട്ട് തിരുമ്മി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി വയ്ക്കുക എന്നുള്ളൊരു പരിപാടിയിലോട്ടങ്ങ് മാറി. അപ്പോൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മിക്സിയിൽ ഒന്ന് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി ചെറിയ ഉള്ളിയും കൂടെ ഇട്ടൊന്ന് തേങ്ങയും കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് തേങ്ങ ഇല്ലാണ്ട് മീൻകറി വെക്കുന്നത് വളരെ റെയറായിട്ടാണ്. പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് മീൻ മുളകിട്ടതൊക്കെ, അതിലൊക്കെ തേങ്ങയൊന്നും ഇടത്തില്ലല്ലോ. പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ ഒരു ലേശം തേങ്ങയെങ്കിലും അരയ്ക്കും കേട്ടോ. എനിക്കും ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇതിനിടയ്ക്ക് ഒരു മീൻകറി യൂട്യൂബിൽ കണ്ട് പരീക്ഷിച്ച് നോക്കിയേ. പക്ഷേ അതിൽ തേങ്ങ ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഞാനിതിൽ തേങ്ങ ഇടാണ്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിചാരിച്ചു തേങ്ങ ഇല്ലാണ്ട് എങ്ങനെ കഴിക്കും. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ചെറുതായിട്ട് 2 സ്പൂണ് തേങ്ങയെങ്കിലും ഇട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്തോ പോലെ തോന്നി. അങ്ങനെ 2 സ്പൂണ് തേങ്ങ അതിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ അരച്ച് കറി വെച്ചത്. പക്ഷേ മീനിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. മീൻ വെച്ചതിൻ്റെ വീഡിയോ അത് അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണുക. കണ്ടതിന് ശേഷം എല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ചൂര മീനിൽ നമ്മളിതാ മിക്സിയിലിട്ട് അരച്ചെടുത്ത കൂട്ടിലോട്ട് നമ്മൾ പിന്നെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് മീനൊക്കെ ഇട്ടതിന് ശേഷം പുളിയും ഉപ്പൊക്കെ കൂടെ ഇട്ടൊക്കെ ഒന്ന് പുരട്ടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അടുപ്പത്തോട്ട് വെച്ചു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു അടുപ്പിൽ തലേദിവസത്തെ പുളിശ്ശേരിയാണിത്, മോരുകറി എന്നൊക്കെ പറയാം, അതെടുത്ത് ചൂടാക്കുന്നുണ്ട്. പിന്നെ ചാളമീൻ ഉണ്ടല്ലോ, അതിനെ എടുത്ത് പൊരിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് ഭംഗിക്ക് നമ്മളെ വീട് മാത്രം മണത്താൽ പോരല്ലോ, ഈ റോഡിൽ കൂടെ പോകണവരൊന്ന് മണപ്പിക്കട്ടെന്ന് വെച്ചിട്ട് അതിൽ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല മണം കിട്ടും മീൻ പൊരിക്കുമ്പോൾ. അങ്ങനെ അതൊന്ന് ചെയ്ത് കൊടുത്തു. പിന്നെ അപ്പോഴത്തേക്കും സമയം 1:30 മണി ആയിട്ടുണ്ട്.
പിന്നെ പൊന്നൂസിനെ കുളിപ്പിച്ചിട്ട് ചോറ് കൊടുക്കാൻ തിരിച്ചു. അവൾക്ക് വിഷം വല്ലതായ അമ്മ എന്ന് വന്ന് ചോദിക്കാനായിട്ടോ. മീനിൻ്റെ പൊരിക്കുന്നതിൻ്റെ മണം കേട്ടപ്പോൾ അവൾക്ക് ചെറിയൊരു കൊതി വന്നു. അപ്പോൾ പിന്നെ അവൾ ഓടി വന്നിട്ടുണ്ട്, അമ്മ വല്ലതും ആയെന്ന് ചോദിച്ചിട്ട്. അതായി വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു വിട്ടു കേട്ടോ. പിന്നെ ഇപ്പം അരിഞ്ഞുകൊണ്ടിരിക്കുന്ന വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക ഏകദേശമൊക്കെ ഒന്ന് പഴയ മലക്കറി ഉണ്ടായിരുന്നപ്പോൾ അതൊന്ന് മാറ്റിയല്ലോ. അപ്പോൾ അതിൽ വെണ്ടയ്ക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിൽ ഏകദേശം പകുതിയോളം മിറ്റിയതാണ് കേട്ടോ. മിറ്റി എന്താണ് പറഞ്ഞാൽ അറിഞ്ഞൂടാ. അതൊന്ന് കട്ട് ചെയ്ത് വേഗത്തില്ല അത്. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം നല്ലത് മാത്രം എടുത്ത് ഞാനൊന്ന് കട്ട് ചെയ്ത് അതിലൊരു സവാളയും ഒരു പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് പുളിയല്ല ഉപ്പും കൂടെ ഇട്ടൊന്ന് നവിടി അതൊന്ന് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചൊന്ന് വശക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ മീൻ ഫ്രൈയും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. എൻ്റെ ചൂര മീൻ കറിയും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വെണ്ടയ്ക്കയുടെ ആ കുഴിയിഴുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു സ്പൂണോളം പുളി ഇതിന് പുറത്തങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ വെണ്ടയ്ക്ക പകുതിയോളം വെന്തതിന് ശേഷം മാത്രമേ പുളി ഒഴിച്ച് കൊടുക്കാവൂ. കാരണം എന്നറിയാമോ, പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗത്തില്ല. അതുകൊണ്ട് പകുതിയോളം വെന്തതിന് ശേഷം പുളി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ പുളി ഒഴിച്ച് മിക്സ് ചെയ്യുമ്പം കണ്ടോ ഇതിൽ അങ്ങനെ ഒരു വഴുവഴുപ്പേ ഇല്ല. അപ്പോൾ വെണ്ടയ്ക്കയിലെ വഴുവഴുപ്പൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി മെഴുക്കുവരട്ടി ഒന്ന് പകുതിയോളം ഒന്ന് കുക്കായതിന് ശേഷം നമ്മൾ പുളി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ മെഴുക്കുവരട്ടി സെറ്റായി, മീൻ സെറ്റായി, പിന്നെന്താണ് മോര് കറിയായി, പൊരിച്ച മീൻ റെഡിയായി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് പൊന്നൂസിനെ ഞാൻ കുളിപ്പിച്ചോട്ടെ. ഇതിനിടയ്ക്ക് വെണ്ടയ്ക്ക അടുപ്പിലോട്ട് ഇട്ടതിന് ശേഷമാണ് പൊന്നൂസിനെ കുളിപ്പിച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് അവൾക്ക് ഞാൻ ചോറ് കൊടുത്തു. ഞാനും ചോറ് ഒഴിച്ചു. പുറത്തുനിന്ന പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി അടുക്കളയൊന്ന് വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഞാൻ പൊന്നൂസും കൂടെ വന്ന് കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. ഞാനും അവളും കൂടെ ഒന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് ശല്യപ്പെടുത്തിയിട്ട് ഞാൻ അവളും കൂടെ ഒന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ. കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. അങ്ങനെ ഉറങ്ങി എണീറ്റു. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റു കേട്ടോ. എണീറ്റിട്ട് ഒന്ന് കുളിച്ചു. പൊന്നൂസിനെ ഒന്ന് കൈകാലൊക്കെ കഴുകി എടുത്ത് ഞാനും പൊന്നൂസും കൂടെ ഒന്ന് നമ്മുടെ ഇവിടെ പഞ്ചായത്തിൽ അയൽക്കൂട്ടം എന്നാണ് പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ കുടുംബശ്രീ എന്നൊക്കെ പറയും, അതൊന്ന് കമ്മിറ്റി അങ്ങനെ പറയാമല്ലേ, അങ്ങ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് 5 മണിക്കാണ് കേട്ടോ കമ്മിറ്റി. അങ്ങനെ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പിണക്കമുണ്ട്, ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിച്ചതുകൊണ്ട്. അങ്ങനെ ഞാൻ അവളും കൂടെ പോയിട്ട് ഒരു 5:30-5:45 ആയപ്പോൾ വന്നു കേട്ടോ. വന്നിട്ട് ഞാൻ മുറ്റം തൂക്കുകയാണ്. മുറ്റം ഇങ്ങനെ കുറേ ചവറുണ്ട്. കാരണം എന്തറിയാമോ, ഈ ചവറെന്ന് വെച്ചാൽ പ്ലാവില 4 പാടും മരങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ വീട്ടിൽ ഒരു മരങ്ങളില്ല കേട്ടോ. ഇങ്ങനെ ചെറിയ ചെടികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ 4 സൈഡും മരങ്ങൾ ഇല ഇങ്ങനെ വീണോ. ഇപ്പം എൻ്റെ ശിശിരകാലമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇല കൊഴിയുടെ സമയമാണ്. അതുകൊണ്ട് എത്ര തൂത്താലും ഇപ്പോൾ തൂത്താലും നാളെ ആകുമ്പോൾ അതെങ്ങനെ ഇതിന് കൂടുതൽ ചവറായിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ വീട് വൃത്തിയായി കിടക്കണമല്ലോ, പെട്ടെന്നാണെങ്കിൽ വന്നാൽ വീട് വൃത്തിയിലെന്നൊക്കെ എനിക്ക് എന്തോ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ വീടൊക്കെ വൃത്തിയാക്കിയിടാൻ നോക്കും. അങ്ങനെ 4 സൈഡും തൂത്ത് വാരി തീയിട്ടു കേട്ടോ. അപ്പോൾ എന്തോ ഒരു ആശ്വാസം. ആ വീട് അങ്ങനെ കഴിഞ്ഞാൽ ചുറ്റും ഇങ്ങനെ കാണിച്ചെന്നതെല്ലാം കൂടെ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ, നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തോ എൻ്റെ മനസ്സിനൊരു നിർവൃത്തി, അതാണ് കേട്ടോ. അങ്ങനെ തീയൊക്കെ ഇട്ടതിന് ശേഷം നേരെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ വിളക്ക് തേക്കുക എന്നുള്ളത്. വിളക്ക് തേക്കുക, കത്തിക്കുക. അപ്പോൾ അതിലോട്ട് കിടക്കുകയാണ് കേട്ടോ.
ദേവി നാരായണ ലക്ഷ്മി നാരായണ സർവമംഗളമംഗളേ ശ്രീ സർവാർത്ഥ സാധികേ മേന്ദ ഗൗരി നാരായണ നമസ്തുതേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ വട്ടേ നാരായണ.